പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വഞ്ചിയൂർ കോടതിയിൽ വെച്ച് ജൂനിയർ അഭിഭാഷകയായ ഷാമിലി ജസ്റ്റിനോട് മോശമായി പെരുമാറി അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയിലായിരുന്നു റിമാൻഡിലായിരുന്നത്. ഇന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന്. അനന്തം വിവരങ്ങൾ വേണ്ട അനന്തൻ, ഇപ്പോൾ ജാമ്യം എന്ത് ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ്? വലിയ തോതിൽ ചർച്ചയായ വിഷയമാണ്. അഭിഭാഷകരുടെ ഇടയിൽ തന്നെ രണ്ട് പക്ഷം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയ കേസാണ്. ചർച്ച ചെയ്ത സംഭവമാണ് തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവം. ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 ജാമ്യം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേട്ടിരുന്നു. അതിനുശേഷം അതിൻ്റെ ഉത്തരവ് പറയാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് കോടതി ഈ ജാമ്യ ഹർജി പരിഗണിച്ചത്. ഒറ്റ വാക്കിലാണ് കോടതി പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉപാധികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉത്തരവ് വരുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് ഈ മർദ്ദനമേറ്റ യുവ അഭിഭാഷകയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല പ്രതി അഭിഭാഷകൻ കൂടിയാണ്, നിയമബോധമുള്ള ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കുക അടക്കമുള്ള ഗൗരവമായ കൃത്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുതെന്നായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വാദത്തെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന വാദം ഈ കേസിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ലൈംഗികമായ അതിക്രമങ്ങൾ ഈ കേസിലില്ല, മർദ്ദനം നടത്തി എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ തിരിച്ചും മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഈ യുവ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനത്തിൽ പ്രതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം കോടതി അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ശക്തമായ വാദം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പ്രതിക്കിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ബെയിലിൻ ദാസിന് ജയിൽ മോചിതനാകാൻ കഴിയും. ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രതിയെ ഈ ഒളിവിൽ കഴിയുമ്പോൾ യാത്ര ചെയ്യുന്നതിനിടെ കാർ തടഞ്ഞു നിർത്തി തിരുവനന്തപുരം തുമ്പ പോലീസും ഡാൻസ് ഓഫ് ടീമും കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. വെള്ളിയാഴ്ച തന്നെ ജാമ്യ ഹർജി നൽകിയെങ്കിലും കോടതി അത് പരിഗണിച്ചിരുന്നില്ല. പകരം ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ റിമാൻഡിലായി 4ാം ദിവസമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി ജാമ്യത്തിലെ എന്തൊക്കെ ഉപാധികളാണ് കൃത്യമായ പരിജ്ഞാനമുള്ള വ്യക്തിയാണ് ബെയിലിൻ ദാസ്. അതോടൊപ്പം തന്നെ ഗൗരവമായ കുറ്റകൃത്യമാണ് നടത്തിയത്. അതുകൊണ്ട് ജാമ്യം നൽകരുത്. ഇതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്തായിരുന്നു അനന്തൻ? പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് ഈ കേസിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു ഏകപക്ഷീയമായ ആക്രമമല്ല. യുവ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് പ്രതിക്കെതിരെയും അതിക്രമം ഉണ്ടായി. ആ അതിക്രമത്തിൽ പ്രതിയുടെ കണ്ണട പൊട്ടുകയും അതിൻ്റെ ഭാഗമായി പുരികത്തിന് മുകളിൽ മുറിവ് പറ്റുകയും ചെയ്തു. ആ മുറിവ് പറ്റിയതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനൊപ്പം തന്നെ ലൈംഗികമായ അതിക്രമം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി പോലീസും പറയുന്നില്ല എന്നുള്ള വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ വാദങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഗൗരവമായ മറ്റൊരു പ്രശ്നം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഈ പ്രതി സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം കോടതി പ്രതിക്ക് ജാമ്യം നൽകാനുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ ഉണ്ടെങ്കിലും മജിസ്ട്രേറ്റിന് ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് സാധാരണഗതിയിൽ ഇത്തരം വകുപ്പുകൾക്ക് മജിസ്ട്രേറ്റിയൽ ജാമ്യം ലഭിക്കാറുമുണ്ട്. അപ്പോൾ ആ ഒരു അവകാശമാണ് പ്രതിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ജാമ്യ ഉത്തരവ് ലഭിക്കുമ്പോൾ മാത്രമേ എന്തൊക്കെയാണ് ഉപാധികൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ബെയിലിൻ ദാസിന് നിലവിൽ ഈ കോടതിയിൽ കയറാനോ അതല്ലെങ്കിൽ അഭിഭാഷക വൃത്തി തുടരാനോ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ബാർ കൗൺസിൽ അടക്കം അത്തരം നടപടികളിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല. മറ്റ് ഉപാധികൾ ഷാമിലിയുടെ 2ാമത്തെ ദിവസത്തേക്ക് പ്രതികരണത്തിൽ തനിക്ക് ഇപ്പോൾ തന്നെ നീതി ലഭിച്ചു എന്നൊരു തോന്നലുണ്ട്. കാരണം ബെയിലിൻ ദാസിനെതിരെ നടപടി വരുന്നു. ഏത് കോടതിയിലാണോ ബെയിലിൻ ദാസ് പ്രാക്ടീസ് ചെയ്തിരുന്നത് അതേ കോടതിയിൽ പ്രതിയായി നിൽക്കുന്നു, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അത് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നീതിയാണെന്ന് ഷാമിലി കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു അനന്തൻ. ഇനി അവരെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യുവ അഭിഭാഷക ഷാമിലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ തനിക്ക് നീതി ലഭിച്ചു എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. മാത്രമല്ല കോടതി റിമാൻഡ് ചെയ്തപ്പോൾ അതും സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ അന്ന് തന്നെ കോടതിക്ക് ജാമ്യം അനുവദിക്കാം എന്നായിരുന്നു അന്ന് ഈ ബെയിലിൻ ദാസിന്റെ അഭിഭാഷകരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ കോടതി അതിൽ കൂടുതൽ വാദം കേൾക്കാൻ വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു.
അതിന്റെ ഭാഗമായിട്ടാണ് ബേലിൻദാസിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഏതായാലും യുവ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നടപടികൾ വലിയ വിജയമാണ്. കാരണം ബേലിൻദാസ് ഈ കോടതിയിലെ അഭിഭാഷകനാണ്. അയാൾക്ക് ആ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വന്നു. മാത്രമല്ല റിമാൻഡിലായി ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 4 ദിവസം കഴിയേണ്ട സാഹചര്യവും ഉണ്ടായി. ഏതായാലും 4 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ബേലിൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുക അടക്കമുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. കേരളത്തിൽ മാത്രമല്ല അഭിഭാഷക മേഖലയെ തന്നെ, അഭിഭാഷക വൃത്തിയെ തന്നെ വളരെ ആ മേഖലയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ബേലിൻദാസിന്റെ ഭാഗത്ത്.